സ്റ്റുഡൻസ്, ഇന്ന് സൈനിക് സ്കൂളുകാർക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ്. സോ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രസ്റ്റ് കേട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പലിശ എന്ന് പറയും. മലയാളത്തിൽ പലിശ, ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ഒരാൾ 1000 രൂപ കടം മേടിച്ചെന്ന് വിചാരിക്കുക. 1000 രൂപ. ഈ 1000 രൂപയ്ക്ക് ഒരു മാസം കഴിയുമ്പം 1100 രൂപ തരണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നു, ഒരു മാസം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ 1000 ആണ് കൊടുത്ത് 1100 തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ എക്സ്ട്രാ 100നെയാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കടം വാങ്ങുകയോ അല്ലെങ്കിൽ പണം കടം കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് അത്ര നാളാ പണം ഉപയോഗിച്ച് നമ്മൾ ബിസിനസ്സൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ലാഭം കിട്ടുമല്ലോ. അപ്പോൾ ആ ലാഭം വേണ്ടെന്ന് വെക്കുമ്പം നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടേണ്ട വരുമാനത്തിനെയാണ് നമുക്ക് ഇവിടെ ഇൻട്രസ്റ്റ് എന്നതുകൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണ ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നവോദയയ്ക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഉപയോഗിച്ചാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ആ ഇക്വേഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. I = PNR/100. അപ്പോൾ ഇവിടെ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. P എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് നമ്മൾ കടം കൊടുത്ത മുതൽ, അതിനെ മുതൽ എന്ന് മലയാളത്തിൽ പറയും. ഇനി N മീൻസ് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. 1 വർഷത്തേന്, 2 വർഷത്തേക്ക്, അതല്ലെങ്കിൽ 2.5 വർഷത്തേക്ക്, ഇങ്ങനെയൊക്കെയുള്ള പീരീഡിനെയാണ് N എന്ന് പറയുന്നത്. റേറ്റ് മീൻസ് R മീൻസ് റേറ്റ്, നിരക്ക്. എത്രയാണ്? 2%, 2.5%, അങ്ങനെ എത്ര റേറ്റിലേക്കാണ് പലിശയ്ക്ക് കൊടുത്തതെന്നാണ് ഇവിടെ നിരക്ക് വരുന്നത്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ന് ഉദ്ദേശിക്കുന്ന ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ മലയാളം പലിശ. ഇനി ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ I = PNR/100. നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് ബാക്കിയെല്ലാം കണ്ടുപിടിക്കാം. നമുക്ക് P തന്നിട്ടില്ല, Iയും നമ്പർ ഓഫ് ഇയേഴ്സും റേറ്റും തന്നിട്ടുണ്ടെങ്കിൽ P കാൽക്കുലേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്ത് എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ഇയേഴ്സ് റേറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. N കണ്ടുപിടിക്കുക. N = I × 100/PR. ഇനി റേറ്റ് എന്ന് പറയുന്നത് R എന്ന് പറഞ്ഞാൽ ഐൻ്റെ, അതായത് ഇൻട്രസ്റ്റിനെ, എല്ലായിടത്തും ഇൻട്രസ്റ്റിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് ബാക്കി ഇവിടെ ഇങ്ങോട്ട് മാറ്റിയത് ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്. അപ്പോൾ ഇനി നമ്മൾ ഈ റേറ്റ് കണക്കാക്കുമ്പോൾ ചിലപ്പോൾ റേറ്റ് നമുക്ക് 2.5 ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട് തരാം, 1.5 ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട് തരാം. അപ്പോൾ ഇതൊരു മിക്സഡ് ഫ്രാക്ഷനാണ്. ഇതിനെ നമുക്ക് ഇംപ്രോപ്പർ ആക്കണം. 2 × 2 4, 4 + 5 1 5, 5/2. റേറ്റ് ആണെങ്കിൽ × 100 കൂടി വരും. ചിലപ്പോൾ നമുക്ക് പീരിയഡ്, അതായത് നമ്പർ ഓഫ് ഇയേഴ്സ്, ഇങ്ങനെ വർഷം വരാം, 1.5 വർഷം. അങ്ങനെയെങ്കിൽ 1 2s are 2, 2 + 1 3, 3/2 വിട്ട് വേണം അതിനെ ഇൻറ്റു ചെയ്യാൻ. ഇനി ഈ നമ്പർ ഓഫ് ഇയേഴ്സ് ചിലപ്പോൾ ഇത് 1.5 വർഷം കണക്കാക്കുമ്പോൾ ചിലപ്പോൾ മന്ത്ലി വരാം. മാസത്തിൽ 8 മാസത്തിന് കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഫോർ 8 months എന്നും ചിലപ്പോൾ ചോദിക്കാം. നമ്പർ ഓഫ് ഇയേഴ്സ് 8 മാസം എന്ന് വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 8/12 വിട്ട് വേണം ചെയ്യാൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. 8/12 വിട്ട് വേണം ചെയ്യാൻ. ഇനി ചിലപ്പം ഡേയ്സ് വരാം. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഫോർ 180 days എന്നും വേണ്ടി നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുക. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ 180 ആകെ ഒരു വർഷം 365 days ആണ്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്തെടുക്കണം. ഇത്രയും കാര്യം ഈ നമ്പർ ഓഫ് ഇയേഴ്സിൻ്റെ കാര്യത്തിൽ ഓർത്ത് വയ്ക്കണം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വാട്ട് ഈസ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ₹350 at the rate of 2.5% for 2 years? നമുക്ക് വിവരങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ P = ആദ്യ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. I = പ്രിൻസിപ്പൽ ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻറ്റു റേറ്റ് ബൈ 100.
ഇവിടെ പി എന്ന് പറയുന്നത് 350 ആണ്. റേറ്റ് എന്ന് പറയുന്നത് 2.5% ആണ് റേറ്റ്. പിന്നെ ഇപ്പം നമ്മളതിനെ ശരിയാക്കി എടുക്കുമ്പോഴത്തേക്കും 5/2 × 100 താഴെ വരും. ഇങ്ങനെയായിരിക്കും അതിനെ കൺവേർട്ട് ചെയ്തെടുക്കുമ്പോൾ വരുന്നത്. ഇനി അടുത്തത് നമ്പർ ഓഫ് ഇയേഴ്സ്, n = 2 ഇയേഴ്സ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 350 × 2.5 years, 5/2 × 100 × 2 years. ഇനി എത്ര വരും? ഈ 2ഉം 2ഉം കൂടെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കട്ട് ചെയ്ത് കളയാം. ഇനി ഈ 0യും ഈ 0യും കൂടെ ക്യാൻസൽ ചെയ്യാം. ഇനി 5 10ൽ 2 ടൈംസ്. ഇനി അതിൻ്റെ ബാക്കി വരുന്നത് 35 / 2. അപ്പോൾ 35ൻ്റെ പകുതി 17.50 ആണ് ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഹൗ മെനി ഇയേഴ്സ് വിൽ ടേക്ക് 1,250 ടു ബിക്കം 1,400? അപ്പം നമുക്കിവിടെ പ്രിൻസിപ്പലും തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് കൂട്ടിയുള്ള എമൗണ്ട് തന്നിട്ടുണ്ട്. പ്രിൻസിപ്പൽ 1,250. എ മീൻസ് എമൗണ്ട് ആണ്. എ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ് എ എന്ന് പറയുന്നത്. അത് നമുക്കിവിടെ തന്നിട്ടുണ്ട് 1,400. അപ്പം ഇൻട്രസ്റ്റ് മാത്രം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. അത് വെച്ചിട്ട് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു എമൗണ്ടിൽ നിന്ന്, അതായത് ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പലിൽ നിന്ന് പ്രിൻസിപ്പൽ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ഇൻട്രസ്റ്റ് ഇവിടെ 150. ഇനി എന്താ കണ്ടത്? ഇൻട്രസ്റ്റ് 6% ഇൻട്രസ്റ്റ് വെച്ച് എത്ര വർഷം എടുക്കുമെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പം നമ്പർ ഓഫ് ഇയേഴ്സ് n = ഇക്വേഷൻ നല്ലോണം ബൈ ഹാർട്ട് ആക്കണമെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. I/100/PR വരും. അപ്പോൾ ഇൻട്രസ്റ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്, നമ്മൾ കണ്ടുപിടിച്ചു. 150 × 100/P എത്രയാ? 1,250. 1,250 ഇൻറ്റു റേറ്റ് 6%. 6. ഈ 0യും ഈ 0യും കൂടെ വെട്ടുന്നു. ഇനി 15ഉം 125ഉം 5 കൊണ്ട് വെട്ടാം. 3 5s are 15. 3 5s are 15. ദെൻ 12ൽ എത്ര 5 ഉണ്ടെന്ന് നോക്കുക. 12ൽ 5 2 ടൈംസ്. 12ൽ 5 2 ടൈംസ്. ദെൻ 25 5 ടൈംസ്. ഇനി 100ൽ എത്ര 25 ഉണ്ട്? 100ൽ × 100. അപ്പോൾ 100ൽ എത്ര 25 വരും? 4 പ്രാവശ്യം. 100ൽ 4 പ്രാവശ്യം 25 വരും. ഇനി 4ഉം 6ഉം ബാക്കി ഇവിടെ എത്രയാണ് ഉള്ളത്? 3. 4 3s are 12. 12/6 വരും ബാക്കി. അപ്പം 12ൽ 6 2 ടൈംസ്. അപ്പോൾ എത്ര വർഷമാണ്? 2 ഇയേഴ്സ്. ഇവിടെ കട്ട് ചെയ്ത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്താൽ മതി. 150 × 100/1,250 × 6. അപ്പോൾ എന്ത് ചെയ്ത് ഈ 0യും ഈ 0യും കൊണ്ട് കട്ട് ചെയ്തിട്ട് 1,500നെ 1,250 കൊണ്ട് 25 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ 6 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ചെയ്ത് പഠിക്കുക. വീണ്ടും സംശയമുള്ളത് നിങ്ങൾ വീണ്ടും ചെയ്ത് പഠിച്ചാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.